الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നുവരാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. അൻസാറുകളായ സ്വഹാബികളിൽ ഉൾപ്പെട്ട അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദർ, ഉഹുദ് എന്നീ യുദ്ധങ്ങളിൽ പങ്കാളിയാവുകയും ഉഹുദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ വിധി എന്നോണം ഷഹീദാവുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനാണ്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ അദ്ദേഹത്തിന്റെ മരണാനന്തരം മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായി. അവിടുന്ന് പറഞ്ഞു, യാ ജാബിർ മാലി അറാക മുൻകസിറ, എന്താണ് നിങ്ങൾ ദുഃഖിതനായി സങ്കടത്തോടുകൂടി ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉസ്തുഷ്ഹിദ അബി ഖുതില യൗമ ഉഹദ്, ഉഹദിന്റെ അന്ന് എന്റെ പിതാവ് ഷഹീദായിട്ടുണ്ട്. വതറക ഇയാലൻ വദൈന, കുടുംബത്തെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്, വീട്ടേണ്ടതായ കടവും അദ്ദേഹത്തിനുണ്ട്.
വാക്കുകൾ കൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഉബശ്ശിറുക ബിമാ ലഖിയല്ലാഹു ബിഹി അബാക. നിങ്ങളുടെ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടതായ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ അതൊന്ന് പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കല്ലമല്ലാഹു അഹദൻ ഖത്തുൻ ഇല്ലാ മിൻ വറായി ഹിജാബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയുടെ പിന്നിലായിക്കൊണ്ടല്ലാതെ ആരോടും സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവിന് അല്ലാഹു ജീവൻ നൽകുകയും ഫകല്ലമഹു കിഫാഹ, ബർസഖി ലോകത്ത് മരണാനന്തരം അദ്ദേഹം കഴിയുന്ന ആ കാലഘട്ടം അഥവാ ബർസഖി കാലഘട്ടം, അവിടെ വെച്ച് യാതൊരു മറയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യം, യാ അബ്ദി തമന്നി അലയ്യ ഉഅതിക, എന്റെ അടിമേ നിനക്ക് എന്താണ് ആഗ്രഹം അത് നീ ചോദിക്കുക, ഞാൻ നിനക്ക് നൽകും. ആ സമയത്ത് ബർസഖി ലോകത്ത് വെച്ച് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് കൊടുത്ത മറുപടി, അല്ലാഹുവേ എനിക്ക് ജീവൻ നൽകുകയും ദുനിയാവിലേക്ക് എന്നെ പറഞ്ഞു വിടുകയും ഫഖതല ഫീക സാനിയ, ഒരിക്കൽ കൂടി നിന്റെ മാർഗത്തിൽ എനിക്ക് നന്നായി പോരാടി ഷഹീദാകണം എന്ന ആഗ്രഹമാണ് ബർസഖി ലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ, ഇന്നഹു ഖദ് സബഖ മിന്നി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. അല്ലാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട്, അതെന്താണ്? ഇനി ആ ലോകത്തേക്ക് മടക്കമില്ല എന്നതാണ്. മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തേക്കൊരു മടക്കം ഇല്ല. ആ ഒരു ആഗ്രഹം അവിടെ വെച്ച് സഫലീകരിക്കാൻ കഴിയില്ല. ഒരുപാട് സന്ദേശങ്ങൾ വിശ്വാസികളായ നമുക്ക് നൽകുന്ന ചരിത്ര ഭാഗമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നിന്റെ അനുചരന്മാരുടെ അവസ്ഥ എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കിയത് എന്ന് നോക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെയാണ്, ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. അത് കാണാതെ പോവുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് വല്ലാത്ത ഒരു മാതൃകയാണ്, നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിൽ ന്യായമായി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അടക്കി ഒതുക്കി സങ്കടം പുറത്തു കാണിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അയൽവാസികളായി ജീവിക്കുന്ന, നാട്ടിലുള്ളവരായി കഴിയുന്ന, കുടുംബക്കാരെന്ന് പറയുന്ന പലർക്കും അത്തരം ആളുകളെ കാണാനും ഇടപെടാനും സാധിക്കുന്നില്ല, സമയമില്ല. പ്രജകളുടെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഇടപെടേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരുടേതായ തിരക്കുകളിലും അവരുടേതായ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുമുള്ള ഓട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നിന്റെ കൂടെയുള്ള
അനുചരന്മാർക്കിടയിലാണ് തന്റെ ജീവിതത്തെ ചെലവഴിച്ചത്. അനുചരന്മാരോട് സംസാരിക്കാനും കുശലാന്വേഷണം നടത്താനും അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ പിന്നീട് കിട്ടിയിട്ടില്ല. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വന്ന മാറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് മനസ്സിലാക്കി. ആ ചോദ്യം നോക്കൂ നിങ്ങൾ, മാലി അറാക മുൻകസിറ, എന്താണ് നിന്നെ ദുഃഖിതനായി, എന്തോ ഒരു പ്രശ്നം ബാധിച്ചവനായി നിന്നെ കാണുന്നു, എന്തു പറ്റി ജാബിറെ? എടോ എന്നൊന്നുമല്ല, യാ ജാബിർ, എന്തു പറ്റി ജാബിറെ? സഹോദരങ്ങളെ, ആ വിളിയിൽ തന്നെ വല്ലാത്ത ഒരു സ്നേഹമുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ഉത്തരം കൊടുക്കണം എന്ന മനസ്സ് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ചില ചോദ്യങ്ങളൊക്കെ കേട്ടാൽ ആരാണോ പ്രശ്നക്കാരൻ അയാൾ പറയും, അന്റെ ചോദ്യം എന്തിനാന്ന് എനിക്കറിയാം, എന്നെ കളിയാക്കാനല്ലേ, അല്ലെങ്കിൽ വെറുതെ ഒരു ചോദ്യമല്ലേ, ഞാൻ എന്തിനാണ് ഉത്തരം തരുന്നു, എന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നും അല്ല, ഇപ്പൊ നിന്റെ ചോദ്യം എനിക്കറിയാം. ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്ന എത്ര സാഹചര്യങ്ങളുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിളിയും അവസ്ഥക്കനുസരിച്ചുള്ള ചോദ്യവും നോക്കൂ നിങ്ങൾ. ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ പ്രശ്നം പറഞ്ഞു. എന്താ പ്രശ്നം? പിതാവ് ഷഹീദായിട്ടുണ്ട്. അത് വല്ലാത്ത ഒരു പദവിയാണ്, വല്ലാത്ത ഒരു നേട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വാളും കുന്തവും എടുത്ത് ഇറങ്ങാനല്ല ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് ചിന്തിക്കുന്നവരും വൈകാരികമായി ഇളകുന്നവരൊക്കെ സമൂഹത്തിലുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ വിശുദ്ധ ഇസ്ലാം, അതിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സർവ സഹായങ്ങളും ചെയ്യാൻ സാധിക്കുക എന്നതാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം. അതിന് തുല്യമായ സമമായ അതിന്റെ മുകളിലുള്ള ഒരു ദൗത്യം നമുക്കില്ല. കുടുംബത്തെ പരിപാലിക്കൽ പോലും അതിന്റെ താഴെയാണ്. കുടുംബത്തെ പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നത് വരെ എവിടെയാണ്? അള്ളാന്റെ ദീനിന്റെ താഴെയാണ്. കലിമത്തു ഷഹാദക്ക് താഴെയാണ്. ഇങ്ങനെ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹുദ് യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകാനുള്ള സൗഭാഗ്യം ആർക്കുണ്ടായത്? അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. അദ്ദേഹം നേടിയ നേട്ടം നിസാര നേട്ടമല്ല എന്ന് ഈ സംഭവത്തിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. ബർസഖി ലോകത്ത് വെച്ച് അദ്ദേഹത്തിനുള്ള ആഗ്രഹത്തെപ്പറ്റി അള്ളാഹു ചോദിക്കുന്നു, വലിയ അവസരം കൊടുക്കുകയാണ്. എന്താണ് ആഗ്രഹം? ചോദിച്ചോളൂ. മറുപടി എന്താ? ഒരിക്കൽ കൂടി തിരിച്ചുപോയി നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് തിരിച്ചു വരണം എന്നാണ്. പക്ഷെ അത് സാധ്യമല്ല. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കണമെങ്കിൽ സഹോദരങ്ങളെ, മരണാനന്തരം അയാൾക്ക് ലഭിച്ച സുഖം എത്രയായിരിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നത് നിസാരമായൊരു കാര്യമല്ല. നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരേറ് കിട്ടിയാൽ, ഒരടി കിട്ടിയാൽ, ഒരാക്ഷേപം കിട്ടിയാൽ, ഒരു പരിഹാസം, ഒരു കളിയാക്കൽ കിട്ടിയാൽ, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിന് വേണ്ടിയാണ്. അത് പ്രത്യേകമായി പരലോകത്ത് പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അള്ളാഹ് പറഞ്ഞു, ഇനിയൊരു മടക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു നന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യം ചെയ്യാൻ പോലും മരണശേഷം മടങ്ങി വരാനുള്ള അനുമതിയില്ല എങ്കിൽ സഹോദരങ്ങളെ,
ചെറുതും വലുതുമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ച് എടുക്കാൻ സൗകര്യമില്ല എന്ന മനോഭാവത്തോടെ, ആവശ്യമുണ്ടെങ്കിൽ തോന്നുമ്പോൾ എടുക്കാം എന്ന നിലക്ക് അലസതയോടെ മടിയോടെ നാം മാറ്റിവെച്ച നന്മകൾക്ക് വേണ്ടി എന്നെ ഒന്ന് മടക്കി വിടൂ റബ്ബിർജിഊൻ, അല്ലാഹ് ഒന്ന് മടക്കിത്താ, ലഅല്ലി യഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച, ഞാൻ ഒഴിവാക്കിയ നന്മകൾ എനിക്ക് ചെയ്യണം, ആ നന്മകളെ എനിക്ക് എടുക്കണം, എന്നെ ദുന്യാവിലേക്കൊന്ന് മടക്കിത്താ എന്ന് പരലോകത്ത് വെച്ച് പറയുമ്പോ ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ സഹോദരങ്ങളെ അത് സാധ്യമാകുക? ഒരു നന്മക്കുള്ള, അതും ഏറ്റവും മുന്തിയ നന്മ, ആ നന്മക്കുള്ള ഒരവസരം അല്ലാഹു കൊടുക്കുന്നില്ല എങ്കിൽ നാം ഒഴിവാക്കിയ, വേണ്ടെന്ന് വെച്ച നന്മകളെ വാരിയെടുക്കാൻ പിന്നീടൊരവസരം അല്ലാഹു തരികയില്ല. അപ്പോ നന്മകളെ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വറക്കണം, നമ്മൾ വല്ലാതെ ഒന്ന് ബേജാറാക്കണം. ചെറിയ പേടിയൊന്നും പോരാ, ഈ വേണ്ട എന്ന് വെച്ച നന്മ ഇനി എപ്പോഴാ കിട്ടുക? അത് കിട്ടൂലല്ലോ, ഇന്നത്തെ കഴിഞ്ഞു, ഇനി അടുത്ത ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് കൊടുക്കുന്ന മറുപടി കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്കാണ്, ഒരു പ്രയോജനവും അതുകൊണ്ടില്ല എന്ന് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ പറ്റിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന വാക്കുകളിൽ, നിലപാടുകളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താ അറിയോ? പിന്നെ എന്നുള്ളതാണ്. പിന്നെ ചെയ്യാം, ഇപ്പൊ വേണ്ട പിന്നെയാക്ക, രാവിലെ വേണ്ട വൈകുന്നേരാക്ക. കണ്ടോ, ഈ വർത്താനം ശരിക്കൊരു ചതിയുടെ വർത്താനാണ്. രാവിലെ വേണ്ട എന്ന് വെച്ച ഒരു കാര്യം വൈകുന്നേരം എടുക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ ഏതോ ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉച്ചക്കെടുക്കാം, അപ്പൊ നമ്മൾ പറയും ചൂടാണ്, എങ്ങനെ വെയിലത്തിറങ്ങുക, ഒന്ന് ഉറങ്ങണ്ടേ. കണ്ടോ, ഉച്ച പോയി. സഹോദരങ്ങളെ, പിന്നെ 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 എന്നുള്ള വർത്താനം മരണത്തിലേക്കുള്ള ഓരോ പടികളാണ് എന്ന പേടി എല്ലാ സമയവും വിശ്വാസികളായി നമുക്കുണ്ടാകണം. ഇനി നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു സങ്കട കാരണം? ഒന്ന്, പിതാവിന് കടമുണ്ട് എന്നതായിരുന്നു, അല്ലെ? ഏതൊരു മക്കളും മരണപ്പെട്ട പിതാവിന്റെ മയ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സൊന്ന് ഇടറി, രണ്ട് ചുണ്ടുകൾ വിറച്ച്, നാവുകൾ ഒതുക്കി നിർത്താൻ കഴിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, എന്റെ ഉപ്പയുടെ ബാധ്യതകൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. ആ ബാധ്യതകളുടെ പെരുപ്പം, അതിന്റെ ആധിക്യം, സംഖ്യകൾ ഓരോരുത്തർ പറയുമ്പോ സഹോദരങ്ങളെ ഉണ്ടാകുന്ന ഒരു വേദന, ഒരു പ്രയാസം എത്രയാണ്. പക്ഷെ ആരും ബാപ്പാരെ കുറ്റം പറയാറില്ല. എന്തുകൊണ്ടാണ്? ഈ മക്കളെ പരിപാലിക്കാൻ, ആ മക്കളെ നോക്കാൻ വേണ്ടിയായിരിക്കും ബാപ്പ അത് വാങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ട് ബാപ്പാന്റെ ഉത്തരവാദിത്വ, ബാപ്പാനോടുള്ള കടമയാണ് മക്കൾ നിറവേറ്റുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹുവിന്റെ ബാപ്പാക്ക് 2 തോട്ടുണ്ട്. പക്ഷേ ആ തോട്ടത്തിലെ ഈന്തപ്പഴം വിറ്റാൽ കടം വീടൂല, അത്രത്തോളം കടണ്ട്, ഒരു ജൂതനുമായിട്ട് കടണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട ചരിത്രം കാണാൻ സാധിക്കും. അതാണ് വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹ് ഒരു പോംവഴി കൊടുക്കും, അല്ലാഹ് പരിഹരിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ബാപ്പാക്കുള്ള കടം വീട്ടാൻ മതബോധമുള്ള ആരും പ്രയാസപ്പെടാറില്ല. പലരും സഹായിക്കും. ബാപ്പാനത് വീട്ടിക്കോ, എനിക്ക് പിന്നെ തന്നാ മതി. എളാപ്പാന്റെ കുട്ടി വീട്ടിക്കോ, എളാപ്പാക്ക് തരണ്ട. കാക്കൂന്റെ കുട്ടി വീട്ടിക്കോ, കാക്കൂന് തരണ്ട. അളിയൻ നമ്മളെ സഹായിക്കും, അയൽവാസികൾ സഹായിക്കും, നാട്ടിലുള്ളവർ സഹായിക്കും. എന്തേ കാരണം? സാഹചര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിന്റെ ബാപ്പ കടം കൊടുക്കാനുള്ള ജൂതനോടും പറഞ്ഞു, ഈ തോട്ടത്തിൽ അത് തന്നാല് അത് വീടോ? അത് വീടൂല, ഉറപ്പാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒന്ന് ഇടപെടുന്ന ചരിത്രമുണ്ട്. ഈ ജൂതനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പകുതി എടുത്തോളി, പിന്നെ ഇത് നീട്ടിക്കൊടുത്തിട്ട് അവസാനം പകുതി എടുക്കുമെന്ന് ചോദിച്ചു.
അയാൾ വഴങ്ങിയില്ല. ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിളവെടുക്കാൻ സമയമാകുമ്പോ എന്നോടൊന്ന് പറയണം. അദ്ദേഹം അപ്രകാരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോട്ടത്തിലേക്ക് വന്നു. ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹ് ഇതില് ബറക്കത്ത് കൊടുക്ക് റബ്ബേ, ഇതിന് ബറക്കത്ത് കൊടുക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു തൂക്കാൻ തുടങ്ങി. ജൂതന്റെ കടം വീട്ടിയിട്ടും ഇവിടെ കുടുംബത്തെ നോക്കാൻ സാധനം അവശേഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയുടെ കടമോർത്താണ് സങ്കടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു ഉത്തരം കൊടുത്തു. ബാപ്പയുടെ കടം വീടുകയാണ്. ആ തോട്ടം എങ്ങോട്ടും പോയില്ല. ഇനി ആ തോട്ടത്തിലുള്ള വിളവുകൾ ബാക്കിയാണ്. അത് വെച്ച് 6 പെൺകുട്ടികൾ ബാക്കിയുണ്ട് ആ കുടുംബത്തിൽ. ജാബിർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ സങ്കടം, അയ്യാൽ എന്റെ ബാപ്പാന്റെ കുടുംബം, ഞാൻ അടങ്ങുന്ന കുടുംബം, ആ കുടുംബത്തിന് ജീവിക്കാനുള്ള വഴിയും സഹോദരങ്ങളെ റബ്ബിന്റെ തീരുമാനപ്രകാരം അവിടെ ഉണ്ടാകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ഇങ്ങനെ സങ്കടപ്പെടുന്ന, സങ്കടങ്ങൾ മനസ്സിലൊതുക്കി കഴിയുന്ന പലരും നമുക്കിടയിലുണ്ട്. ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരെ ഒന്ന് പിന്തുണക്കാൻ, അവരെ ഒന്ന് സഹായിക്കാൻ നമുക്ക് മനസ്സ് ഒരുമില്ല എങ്കിൽ സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പരിശോധിക്കണം. എല്ലാവർക്കും സാമ്പത്തികമായി ഇടപെടാനും ഒരു കുടുംബത്തെ ഏറ്റെടുത്ത് പരിചരിക്കാനും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ആത്മാർത്ഥമായ പ്രാർത്ഥന, റബ്ബേ അവരുടെ കണ്ണീരിന് ശമനമുണ്ടാകണം, അവരുടെ പ്രയാസങ്ങൾ കറുതിയുണ്ടാകണം നാഥ, അവർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ള അവസരം നാഥ തുറന്നു കൊടുക്കണേ. പ്രാർത്ഥിച്ച് ആ സങ്കടത്തിൽ ഇടപെടാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മരണാനന്തര ജീവിതം സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. മുസ്ലിം നാമധാരികളായ പലർക്കും അതിലിപ്പോഴും സംശയമാണ്. മരിച്ചാൽ പിന്നെന്താ, മണ്ണിൽ ലയിച്ചാൽ പിന്നെന്താ? ആർക്കു മുമ്പിലാണ് ഈ ചോദ്യം? അത്രയും അവനെ വലുതാക്കി കൊണ്ടുവന്ന റബ്ബിന്റെ മുമ്പിലാണ് ചോദ്യം. ഇല്ലായ്മയിൽ നിന്ന് അവനെ ഉണ്ടാക്കിയവനാണ് അല്ലാഹ് എങ്കിൽ മരണശേഷം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് സർവശക്തനായ അല്ലാഹു. ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ്, തെളിവാണ് ഈ സംഭവം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഖബർ ജീവിതത്തിൽ സൗഭാഗ്യം ശാരീരികമായി അനുഭവിക്കുകയാണ്. ചില ആൾക്കാരെ തോന്നല് ശാരീരികമായി ഒന്നും കിട്ടാനില്ല എന്നാണ്, അല്ലെ? ശാരീരികമായി ഒന്നും അവിടെ വരാനില്ല എന്നാണ്. അങ്ങനല്ല. ഖബറിൽ രക്ഷയും ശിക്ഷയും ശാരീരികമാണ്. മനസ്സിന് മാത്രമല്ല, തോന്നല് മാത്രമല്ല, അത് കൃത്യമായി അനുഭവിച്ചറിയും എന്നത് ഈ ചരിത്രം തെളിയിക്കുകയാണ്. അതിനാൽ വിശ്വാസികളായ നമുക്ക് ഈ സംഭവം നൽകുന്ന മഹത്തായ പാഠങ്ങളെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുക. ഇതെല്ലാം ഓർത്തായിരിക്കണം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ടതും ക്രമീകരിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട പാഠങ്ങളെയും സന്ദേശങ്ങളെയും സ്വീകരിക്കാനും സ്വായത്തമാക്കാനും സന്നദ്ധരായി നിൽക്കുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അഥവാ മരണശേഷമുള്ള ജീവിതത്തിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു വിളിച്ചത് യാ അബ്ദി എന്നാണ്, എന്റെ അടിമേ എന്നാണ് വിളിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ അടിമ എന്നതിൽ നിന്ന് ഒരിക്കലും പുറത്തല്ല. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തമ തലമുറയിൽ ആദ്യത്തിൽ വരുന്ന ആളാണ് ഈ സ്വഹാബി. ഉത്തമ തലമുറയിൽ ആദ്യത്തിൽ വരുന്ന ആളാണ് ഈ സ്വഹാബി റളിയല്ലാഹു അൻഹും.
അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ ഇവരെ കുറിച്ചാണ് പറഞ്ഞത്, വേറെ കുറിച്ചുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിതകാലം മുഴുവൻ സഹവസിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണിവർ. എന്നിട്ടും അബ്ദ് എന്ന ഗണത്തിൽ നിന്ന് അവർ പുറത്തായിട്ടില്ലെങ്കിൽ നമ്മൾ ആരും പുറത്താകൂല. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും, എവിടെ എത്തിയാലും, എത്ര വലിയ പേരിന്റെ ഉടമയായാലും, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമ എന്നതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. ഒരൊന്നിലുമല്ല. ഞാൻ അള്ളാന്റെ അടിമയാണ്, അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ മിക്കതും എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അടിമ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. അത് വലിയ അത്ഭുതമല്ലേ? ഏത് ആലോചിക്കുക നിങ്ങൾ, അള്ളാഹു മുകളിലും നമ്മൾ തായും തന്നെയല്ലേ? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ഒക്കെ അപ്പുറത്തി എന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഇവിടെ ജാബിർ റളിയല്ലാഹുവിന്റെ കടം വീട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതനുമായിട്ട് ഇടപെട്ടല്ലോ. അപ്പൊ ആ സമയത്ത് അത് വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈത്തപ്പഴവും വെള്ളവും കൊടുത്തു, റുതബും കൊടുത്തു, മാവും കൊടുത്തു. റുതബ് പറഞ്ഞാൽ ശരിക്ക് പച്ച പിടിച്ച ഒരു ഈന്തപ്പഴമാണ്. അതും കൊടുത്തു, വെള്ളം കൊടുത്തു. അങ്ങനെ ഫഅകലു വശരിബു, അതവർ കുടിച്ചു, അതവർ തിന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമ്മളെ ഞെട്ടിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, ഹാദാ മിനൻ നഈം അല്ലദീ തുസ്അലൂന അൻഹു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്ന നിഅമത്താണ് ട്ടോ ഇത്. ഒരു പച്ച ഈന്തപ്പഴവും ഒരൽപ്പം വെള്ളവും, അത് കഴിച്ചത് കുടിച്ചത് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരും. അങ്ങനത്തെ ഒരു നിഅമത്താണ്. സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന ആയത്ത് ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മളെ മൂടാൻ മാത്രം അതിന്റെ എത്രയോ അപ്പുറം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ എപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി റബ്ബിന്റെ കോടതിയിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കും എന്ന ഭയങ്കരമായ പേടി നമുക്കുണ്ടാകണം. ഭയങ്കരമായ പേടി നമുക്കുണ്ടാകണം. അതെല്ലാം വിശ്വാസികളായ നമ്മെ ഉണർത്തുന്ന മഹത്തായ ചരിത്രമാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മാറ്റിയെടുക്കാനും വിമലീകരിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച പുഴക്കാട്ടിരി LP സ്കൂളിൽ വെച്ച് രാവിലെ മുതൽ ഒരു 11 മണി വരെ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ബാലസമ്മേളനം നടത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഭാരവാഹികളോടെ ഉണ്ടാകും. നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ അവിടെ എത്തിച്ച് ചെറുപ്പത്തിലേ അവർക്കൊരു ദീനീ ബോധം കിട്ടാനുള്ള ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും മതപരമായും സാമൂഹികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.